മലയാളത്തിൽ മൂടി പുതച്ച് അഭിനയിക്കും. മറ്റ് ഭാഷകളിലെത്തുമ്പോൾ ഉടുതുണി ഉരിയും. അങ്ങനെ ഒരുപാട് നടിമാരുണ്ട്. ആ നടിമാരുടെ കഥകൾ സിനിമാ കേരള പങ്കുവച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് പാർവതി. ഇപ്പോൾ പാർവതി ജയറാം. മലയാളത്തിൽ മാന്യമായ വേഷം ചെയ്ത പാർവതി തമിഴിൽ പോയി പൂവുക്കൾ ഭൂകമ്പം എന്ന ചിത്രത്തിൽ സെക്സിയായി അഭിനയിച്ചു. മലയാളത്തിൽ മാന്യമായ വേഷങ്ങൾ ചെയ്തിരുന്ന ശോഭന തമിഴിലും തെലുങ്കിലും അതീവ സെക്സിയായി പൊക്കിൾ ചുഴിയൊക്കെ കാട്ടി അഭിനയിച്ചിരിക്കുന്ന ചരിത്രമുണ്ടായി. അതുപോലെ ഒരുപാട് നടിമാർ. അഭിരാമി മലയാളത്തിൽ മാന്യമായ രീതിയിൽ അഭിനയിച്ച നടിയാണ്. തമിഴിൽ വീരുമാണ്ടി എന്ന ചിത്രത്തിൽ കമൽഹാസന്റെ നായികയായപ്പോൾ മാന്യതയൊക്കെ മാറ്റിവെച്ചു അഭിരാമി. അതിൽ ഒരു നടിയാണ് ദിവ്യ ഉണ്ണി. ദിവ്യ ഉണ്ണി ബാലതാരമായാണ് സിനിമയിൽ കടന്നു വന്നത്. എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം. അതിൽ ഭരത് ഗോപിയുടെ മകളുടെ വേഷമായിരുന്നു ദിവ്യ ഉണ്ണിക്ക്. നീ അത്ര ധന്യ, പൂക്കാലം വരവായി, ഓ ഫാബി തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു. കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ചതോടെ ദിവ്യ ഉണ്ണിക്ക് ഭാഗ്യം തെളിഞ്ഞു. കല്യാണ സൗഗന്ധികം വിനയൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു. ദിലീപ് സോളോ ഹീറോയായി ആദ്യമായി ഹിറ്റ് നൽകിയ ചിത്രം കൂടിയായിരുന്നു കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികം വലിയ വിജയമായതോടെ ദിവ്യ ഉണ്ണിക്ക് തിരക്കായി. മമ്മൂട്ടിയോടൊപ്പം ഒരു മറവത്തൂർ കനമ്പിലും മോഹൻലാലിനോടൊപ്പം വർണ്ണപ്പകിട്ടിലും നായികയായി അഭിനയിച്ചു. ജയറാമിനോടൊപ്പം കഥാനായകൻ അടക്കമുള്ള ചിത്രങ്ങളിൽ നായികയായി. ദിവ്യ ഉണ്ണി ഉടുതുണി ഉരിയാൻ മടിച്ചെങ്കിലും 1997 പുറത്തിറങ്ങിയ ഭരതൻ ചിത്രമായ ചുരത്തിൽ അല്പം സെക്സിയാകേണ്ടി വന്നു. ദിവ്യ ഉണ്ണിയുടെ സെക്സ് രംഗങ്ങൾ കാണാൻ പ്രേക്ഷകർ ഇടിച്ചു കയറുമെന്ന് ഭരതൻ വിചാരിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. കാരണം അങ്ങനെയൊന്നും ശരീരം പ്രദർശിപ്പിക്കാൻ, ഭരതൻ ആവശ്യപ്പെട്ടതുപോലെ ശരീരം പ്രദർശിപ്പിക്കാൻ ദിവ്യ ഉണ്ണി തയ്യാറായില്ല. ചുരം ഭരതൻ്റെ സംവിധാന ജീവിതത്തിലെ വലിയ പരാജയമായി മാറി. ചുരം നിർമ്മിച്ചതോടെ കൂടി ഭരതൻ വലിയ കടക്കാരനായി മാറിയെന്നും പറയപ്പെടുന്നു. അതോടുകൂടിയാണ് അദ്ദേഹം കടക്കാരനായി മാറിയതെന്നും പറയപ്പെടുന്നു. എന്തായാലും മലയാളത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ തമിഴിൽ ദിവ്യ ഉണ്ണിയെ തേടി അവസരങ്ങൾ എത്തി. അങ്ങനെ ദിവ്യ ഉണ്ണി അഭിനയിച്ച ചിത്രമാണ്, ആദ്യ തമിഴ് ചിത്രമാണ് സഭാഷ്. പാർത്ഥിപനായിരുന്നു നായകൻ. ഒരു ത്രില്ലർ ചിത്രമായിരുന്നു ഇത്. ഈ ചിത്രത്തിൽ തമിഴിൽ ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ തന്നെ നിർമ്മാതാക്കളും സംവിധായകരും സെക്സ് കാണിക്കണം, ശരീരം കാണിക്കണം എന്ന നിബന്ധന ദിവ്യ ഉണ്ണിയോട് വെച്ചിരുന്നു. ദിവ്യ ഉണ്ണി പ്രതിഫലം കൂട്ടിച്ചോദിച്ചു. ദിവ്യ ഉണ്ണി പറഞ്ഞ പ്രതിഫലം തന്നെ അവർ കൊടുത്തു. സഭാഷിൽ ഉടനീളം ദിവ്യ ഉണ്ണിയുടെ രതിരംഗങ്ങളുണ്ട്. അതിൽ ഒരു രംഗത്ത് ദിവ്യ ഉണ്ണിയുടെ പൊക്കിൾച്ചുഴിയിൽ പാർത്ഥിപൻ തഴുകുന്നതും പിന്നീട് ചുംബിക്കുന്നതും ഒക്കെയുണ്ട്. ആകെ നനഞ്ഞാൽ പിന്നെന്തോന്ന് കുളിര്. പിന്നീട് അങ്ങോട്ട് കണ്ണൻ വരുവാൻ, വേദം, ആണ്ടാൾ അടിമൈ തുടങ്ങി തമിഴ് ചിത്രങ്ങളിൽ ദിവ്യ ഉണ്ണി അഭിനയിച്ചു. എന്തായാലും സഭാഷിനെ പോലെ മറ്റ് ചിത്രങ്ങളിൽ ശരീരം കാട്ടേണ്ടി വന്നില്ല ദിവ്യ ഉണ്ണിക്ക്. മലയാളത്തിൽ മാന്യമായ വേഷങ്ങൾ ചെയ്ത ദിവ്യ ഉണ്ണി തമിഴിൽ പോയി സെക്സിയായത് വലിയ വിസ്മയമായി പ്രേക്ഷകർക്ക്. സഭാഷ് എന്ന ചിത്രം തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റായിരുന്നു. പാർത്ഥിപന്റെ അവസാനത്തെ ഹിറ്റ് ചിത്രം, പാർത്ഥിപൻ നായകനാകുന്ന അവസാനത്തെ ഹിറ്റ് ചിത്രം എന്ന് വേണമെങ്കിൽ സഭാഷിനെ വിശേഷിപ്പിക്കാം. പ്രിയാരാമന്റെ ഭർത്താവായിരുന്ന രഞ്ജിത്തായിരുന്നു ഇതിലെ പ്രതിനായകൻ. സഭാഷ് കേരളത്തിലും വലിയ ഹിറ്റായി മാറി. കേരളത്തിൽ സഭാഷ് ഹിറ്റായതിന് പിന്നിൽ പാർത്ഥിപന്റെ സ്റ്റാർഡം ആയിരുന്നില്ല, മറിച്ച് ദിവ്യ ഉണ്ണിയുടെ നഗ്നതാ പ്രദർശനം കാണാൻ പ്രേക്ഷകർ ഇടിച്ചു കയറിയതായിരുന്നു. കണ്ണൻ വരുവാൻ എന്ന ചിത്രവും കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ്. പിന്നീട് കന്നഡ ചിത്രങ്ങളിലൊക്കെ ദിവ്യ ഉണ്ണി അഭിനയിച്ചു. എന്തായാലും സഭാഷ് എന്ന ചിത്രം ദിവ്യ ഉണ്ണി മറക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രമായിരിക്കും. കാരണം മലയാളത്തിൽ മാന്യമായ വേഷങ്ങളൊക്കെ ചെയ്ത് തട്ടിമുട്ടി പോയിക്കൊണ്ടിരുന്ന ദിവ്യ ഉണ്ണി തമിഴ്നാട്ടിൽ പോയി തമിഴരുടെ നിർദ്ദേശമനുസരിച്ച് ഉടുതുണി ഉരിയേണ്ട അവസ്ഥ വന്നു.
ദിവ്യ ഉണ്ണിയുടെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിവാദത്തിൽ അകപ്പെട്ടു. ഡോക്ടർ സുധീർ ശേഖര മേനോനെ വിവാഹം കഴിച്ച് അഭിനയ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ ദിവ്യ ഉണ്ണി അമേരിക്കയിലൊരു ഡാൻസ് സ്കൂളൊക്കെ ഇട്ടു. നന്നായി നർത്തനം ചെയ്യാൻ ദിവ്യ ഉണ്ണിക്ക് അറിയാം. കുച്ചിപ്പുടി, ഭരതനാട്യം തുടങ്ങിയവയിലൊക്കെ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് അവർ. അങ്ങനെ ഡാൻസ് സ്കൂളൊക്കെ ഇട്ട് സുധീർ ശേഖര മേനോനുമായി നല്ല ജീവിതം നയിച്ചു. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇരുവരും തമ്മിൽ വേർപിരിയുന്ന വാർത്ത വന്നു. അതിനുശേഷം അരുൺകുമാറിന് വിവാഹം കഴിച്ചു. ഇപ്പോൾ അരുൺകുമാറിൻ്റെ ഭാര്യയാണ് അവർ. എന്തായാലും മലയാളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ മാന്യത മറക്കുന്ന ഒരുപാട് നടിമാരുണ്ട്. ആ നടിമാരുടെ കൂട്ടത്തിലാണ് ദിവ്യ ഉണ്ണിയും.